മൊബൈൽ ഫോണിന്റെ ഉപയോഗം എത്രത്തോളം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് എന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. ഇവിടെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരന് നഷ്ടമായത് സ്വന്തം ജീവനാണ്. ഇതിന് ഉത്തരവാദി ശരിക്കും ആ കുഞ്ഞല്ല, അവന്റെ രക്ഷിതാക്കൾ തന്നെയാണ്. ചെറുപ്രായം മുതലേ ഇന്ന് കുട്ടികളെ പറഞ്ഞനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ ആഹാരം കഴിപ്പിക്കാനൊക്കെ മാതാപിതാക്കൾ മൊബൈൽ ഫോണാണ് അവരുടെ കയ്യിലേക്ക് ആദ്യം വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരും തോറും കുട്ടികളിൽ ഈ ഫോണിനോടുള്ള ആസക്തി കൂടി വരികയും ചെയ്യുന്നു. ഈ പ്രവണത കുട്ടികളുടെ വികാസത്തെയും വൈകാരികതയെയും സാരമായി ബാധിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്കും അത് നയിക്കുന്നു. ലാളിച്ച് വളർത്തി വലുതാക്കിയ ഒരു 6 വയസ്സുകാരനെയാണ് മാതാപിതാക്കൾക്ക് നഷ്ടമായിരിക്കുന്നത്. അമ്മാവന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായാണ് 6 വയസ്സുകാരനായ ജഗദീഷ് കുടുംബസമേതം പോകുന്നത്. അവിടെ എത്തിയ കുട്ടി വാശി പിടിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങി ഗെയിം കളിക്കുകയായിരുന്നു. വീടിനോട് ചേർന്ന് തന്നെയാണ് വിവാഹ സദ്യയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ നടന്നിരുന്നത്. അവിടെ ചൂടോടെ അടച്ചുവെച്ചിരുന്ന സാമ്പാർ പാത്രത്തിനടുത്ത് നിന്നാണ് കുട്ടി ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഗെയിമിൽ മുഴുകിയിരുന്ന 6 വയസ്സുകാരൻ ഇത് ശ്രദ്ധിക്കാതെ ആ പാത്രത്തിന് മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. തുടർന്ന് പാത്രത്തിന്റെ അടപ്പ് തെന്നിമാറുകയും തിളച്ച സാമ്പാർ പാത്രത്തിലേക്ക് കുട്ടി വീഴുകയും ചെയ്തു. നിലവിളി കേട്ട ഓടിയെത്തിയ ബന്ധുക്കൾ കുഞ്ഞിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവെയാണ് കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത്. തിരുപ്പതിയിൽ നടന്ന ദാരുണമായ ഈ സംഭവം ഒരു നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കുഞ്ഞിന് സംഭവിച്ച വലിയ ഒരു അപകടം ഇനി ഒരു വീട്ടിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനായി നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. പരമാവധി നമ്മുടെ കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്നും അകറ്റി നിർത്തുക എന്നത് തന്നെയാണ് ഇതിനുള്ള ഏക പ്രതിവിധി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.